പ്രിയമുള്ള പ്രേക്ഷകരെ നമസ്തേ. നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് നിങ്ങളുടെ നാളെ എന്ന ജ്യോതിഷ വിഷയമാകുന്നു. നിങ്ങളുടെ നാളത്തെ ദിനത്തിന് വളരെയധികം പ്രത്യേകതയുണ്ട്. നാളെ 1200 കർക്കിടക മാസം 8-ാം തീയതിയാണ്. അതായത് 2025 ജൂലൈ മാസം 24-ാം തീയതി. നാളത്തെ ദിനത്തിൻ്റെ പ്രത്യേകത നിങ്ങൾക്കറിയാം. നാളെ അമാവാസ്യയാണ്, കറുത്ത വാവാകുന്നു. കർക്കിടക മാസത്തിലെ അമാവാസ്യയാണ് പിതൃതർപ്പണത്തിന് ഏറ്റവും അനുകൂലമായ ദിനം ആയി നാം ആഘോഷിക്കുന്നത്. കാരണം ഉത്തരായനത്തിൽ സൂര്യൻ വളരെ ബലവാനാണ്, ദക്ഷിണായനത്തിൽ സൂര്യൻ ദുർബലമായി വരുന്നു. അതിൻ്റെ ആദ്യത്തെ മാസമാകുന്നു കർക്കിടക മാസം. ആ കർക്കിടക മാസത്തിലെ ആദ്യത്തെ കറുത്ത വാവാണ്, അമാവാസ്യയാണ് നാം പിതൃതർപ്പണത്തിനായി അനുഷ്ഠിച്ചു വരുന്ന പ്രത്യേക ദിനം. മറ്റ് ധാരാളം വിശേഷതകൾ ഈ വർഷത്തെ കറുത്ത വാവിനുണ്ട്. കാരണം നാളെ അമാവാസ്യ വരുന്നത് വ്യാഴാഴ്ചയാണ്. രണ്ടാമത് നാളത്തെ നക്ഷത്രം പുണർദം നക്ഷത്രമാകുന്നു. വ്യാഴാഴ്ച, പുണർദം, ഇതൊക്കെ തന്നെ മഹാവിഷ്ണുവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഏറ്റവും നല്ല ദിനമാകുന്നു. അതിനാൽ നാളെ പിതൃക്കൾക്ക് വിഷ്ണു പദത്തിലേക്ക് അവരെ എത്തിക്കുവാൻ ഏറ്റവും അനുകൂലമായ ദിനമാകുന്നു ഈ വർഷത്തെ കർക്കിടക മാസത്തിൽ വരുന്ന വാവു ബലി. എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ, ഒരിക്കൽ ഒരു നേരം ഭക്ഷണമൊക്കെ കഴിച്ച് വളരെ വ്രതനിഷ്ഠയോടെ ശുദ്ധിയോടുകൂടി തന്നെ പിതൃക്കളെ സ്മരിച്ചുകൊണ്ട് വിഷ്ണു സഹസ്രനാമം കേൾക്കണം, നാരായണ കവചം കേൾക്കണം. ഇതൊക്കെ കേട്ട് നാളെ കാലത്ത് തന്നെ പിതൃതർപ്പണത്തിനായുള്ള യജ്ഞത്തിൻ്റെ ഭാഗമാക്കുക. പഞ്ചയജ്ഞങ്ങളിൽ പ്രധാനപ്പെട്ട യജ്ഞമാണ് പിതൃകർമ്മം ചെയ്യുക, പിതൃയജ്ഞം എന്ന യജ്ഞം. അതിൻ്റെ അന്തസ്സത്ത ഉൾക്കൊണ്ടുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ഭക്തി നിർഭരമായി ഈ വർഷം ഈ വ്യാഴാഴ്ച പുണർദ നക്ഷത്രത്തിൽ അമാവാസി ദിനത്തിൽ പിതൃതർപ്പണം ചെയ്യുക. പലരും എന്നെ വിളിച്ച് ചോദിക്കുന്നുണ്ട്, എത്ര മണിക്ക് പിതൃതർപ്പണത്തിന് ഒരുങ്ങാമെന്ന്. നാളെ നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ കാലത്ത് 2:45 മുതൽ തന്നെ പിതൃതർപ്പണത്തിന് അനുകൂലമായ സമയമാണ്. അതിനാൽ സൂര്യോദയത്തിന് മുമ്പ് തന്നെ പിതൃതർപ്പണം ചെയ്യുന്നത് വളരെ അനുകൂലമാണ്. നിങ്ങൾക്ക് സൗകര്യത്തിൽ ഉച്ചവരെയുള്ള സമയം നന്നായി ഈ വിഷയത്തിലേക്ക് ഉപയോഗിക്കാം. നാളെ യഥാർത്ഥത്തിൽ അമാവാസ്യ വൈകിട്ട് വരെയുണ്ട്, പ്രശ്നമില്ല. എങ്കിലും കാലത്ത് ചെയ്യുമ്പോഴാണ് അതിൻ്റെ പൂർണ്ണത കൈവരിക എന്ന് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ മനസ്സിലാക്കുക. നാളെ യഥാർത്ഥത്തിൽ വിഷ്ണു സഹസ്രനാമമാണ് ജപിക്കേണ്ടത്. ഓം വിശ്വം വിഷ്ണുർ വഷർക്കാരോ ഭൂതഭവ്യ ഭവത്പ്രഭു ഭൂതവൃദ്ഭാവോ ഭൂതാത്മാ ഭൂതഭാവന. ആ മന്ത്രധ്വനിയിലൂടെ പിതൃക്കളുടെ അനുഗ്രഹം വാങ്ങുക. പിതൃക്കളുടെ അനുഗ്രഹമുണ്ടെങ്കിൽ ഒരു വ്യക്തിക്ക് തൻ്റെ എല്ലാവിധ സൗഭാഗ്യങ്ങൾ ലഭിക്കുമെന്നാണ് പറയുന്നത്. പ്രീത പ്രേത സ്വമീപിർ വിദദതി സകലാഹ സമ്പദ സന്തതി. സന്തുഷ്ടരായ പ്രേതങ്ങളൊരു വ്യക്തിക്ക് എല്ലാവിധ സമ്പത്തുകളും സന്താന ശ്രേയസ്സും തരും. അതിനാൽ പിതൃകർമ്മം അങ്ങേയറ്റം അനുഷ്ഠിക്കേണ്ട ഒരു ആചാരമാണ്. എൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകരും നാളത്തെ ദിനം പിതൃകർമ്മത്തിനായി സമയം വിനിയോഗിക്കുക. അതിലൂടെ പിതൃക്കൾക്ക് മോക്ഷം കൊടുക്കുന്നതിലൂടെ നിങ്ങൾക്കുണ്ടാകുന്ന ഒരു വലിയ ശാന്തിയും സമാധാനവും ഇതിലൂടെ കൈവരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.